മുസ്തഫയുടെ ഊഴത്തിലേക്കാണ് ഒന്ന് ദയവായി ചുരുക്കി. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം AICC ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു മാസം കൊണ്ട് തന്നെ അതിൻ്റെ സ്പേസ് എവിടെയാണ് എന്ന് ശ്രീ VD സതീശൻ തെളിയിച്ചു. ശേഷാദ്രിനാഥൻ്റെ നിയമനത്തിനെതിരെ ഹൈക്കമാൻഡിന് വരെ പരാതി പോയി. വാർത്തകളിൽ ദീപാദാസ് മുൻഷി മുഖ്യമന്ത്രിയെ വിളിച്ചു, ഇടപെട്ടു എന്നൊക്കെ വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. അതിലൊരു തീർപ്പ് വരും മുമ്പ് തന്നെ ആ ഫയൽ ലോക് ഭവനിലെത്തി ഡിജിറ്റൽ ഒപ്പിട്ട് ആ പ്രശ്നത്തിൽ കോൺഗ്രസ് ഇനി എന്ത് തീരുമാനമെടുത്താലും അതിനൊക്കെ പുല്ലുവില കൽപ്പിക്കും വിധത്തിലേക്ക് ഇരുകൂട്ടരും ചേർന്നതാണ് ക്ലിഫ് ഹൗസും അതുപോലെ തന്നെ ലോക് ഭവനും ചേർന്ന് കാര്യം സെറ്റിലാക്കി. ഇവിടെ സഭയിൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടില്ല ഈ വിഷയത്തിൽ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ ഉറപ്പും വിശ്വസിച്ചിരുന്നാൽ ആ ഉറപ്പ് വിശ്വസിച്ച് കേരളത്തിന് ഇരിക്കാൻ കഴിയുമോ? VD സതീശന് ഈ ഓഹരി കൈമാറ്റത്തെ തടയാൻ കഴിയുമോ, തടയുമോ? ശ്രീ മുസ്തഫ. VD സതീശൻ്റെ നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള 1.5 മാസത്തെയും പ്രവർത്തനം നോക്കിയാൽ അദ്ദേഹത്തെ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അത് ശ്രീകുമാർ ചേട്ടൻ ഞങ്ങൾ എന്തോ ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞാലും ഞാൻ വളരെ കൃത്യമായിട്ട് ചില പേരുകൾ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി ആയതിനു ശേഷം VD സതീശൻ എടുത്ത ചില നിലപാടുകളിൽ കോൺഗ്രസിൻ്റെ പക്ഷത്ത് നിന്നുള്ള ആളുകളുടെ വിമർശനം എന്തേ ശ്രീകുമാർ ചേട്ടൻ അതിനെക്കുറിച്ച് പരാമർശിക്കാതെ പോകുന്നത്? അതെന്തേ കാണാതെയും കേൾക്കാതെയും പോകുന്നത്? ശരി, ഞങ്ങൾ പ്രതിപക്ഷം പറയുന്നത് ജനം വിശ്വസിക്കണ്ട, ശിവകുമാർ ചേട്ടൻ വിശ്വസിക്കണ്ട. പക്ഷേ VM സുധീരനും PM നിയാസും KC വേണുഗോപാലും VR അനൂപും എല്ലാം ഉൾപ്പെടെയുള്ള കോൺഗ്രസിനു വേണ്ടി നല്ലതുപോലെ അധ്വാനിക്കുന്ന ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ വരാൻ വേണ്ടി ഇടപെട്ട ആളുകളുടെ വിമർശനത്തെ താങ്കൾ ഏത് കോണിൽ വെച്ച് കാണും? അവരൊക്കെ പിണറായി പറഞ്ഞിട്ട് പറയുന്ന ആളുകളാണെന്ന് പറയുമോ? അതുകൊണ്ട് അത് നിങ്ങൾ നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ 1.5 മാസം കൊണ്ട് അഴിമതിയുടെ പെരുമഴയാണ്. അദ്ദേഹം നഗ്നമായ അഴിമതി നടത്തുകയാണ്. മദ്യത്തിൻ്റെ നികുതി ഇളവ് കൊടുത്തത് PMCയിൽ, അതുപോലെ PMAYയിൽ എല്ലാം BJP ഡീലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഇതാ തുറന്നു കാട്ടപ്പെടുന്ന അങ്ങേയറ്റത്തെ ഭീകരമായ അഴിമതി. രാഹുൽ ഗാന്ധി കോർപ്പറേറ്റ് ഹിന്ദുത്വ ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന അദാനിയുമായിട്ട് പോലും ഒരു ഹൈക്കമാൻഡും എനിക്ക് ഒരു പ്രശ്നവുമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് നഗ്നമായ അഴിമതി നടത്തി പോവുകയാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ, അതിനു മുമ്പ് MLA ആയിരിക്കുമ്പോൾ പുനർജനി ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾ നടത്തി അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതും ഞങ്ങൾ കാണുകയാണ്. ഇതൊന്നും സതീശൻ വിരുദ്ധതയല്ല. ശ്രീകുമാറിനെ പോലുള്ള ആളുകൾ കൊണ്ടു നടക്കുന്ന പിണറായി വിരുദ്ധത പോലെ ഞങ്ങൾക്കൊരു VD സതീശൻ വിരുദ്ധതയോ ഒരു കോൺഗ്രസ് വിരുദ്ധതയോ ഇല്ല. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ പെർഫോമൻസ് ഞങ്ങൾ വീക്ഷിക്കാനല്ലേ കാത്തുന്നത്. ഇന്ന് പിണറായി വിജയൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ വീക്ഷിക്കാനാണ് കാത്തുന്നത്. തുടക്കത്തിൽ വലിയ വിമർശനമൊന്നും ഉയർത്തണ്ടെന്ന് കരുതിയാണ്. പക്ഷേ നിങ്ങളുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് VD സതീശന്റെ പ്രവർത്തനം വളരെ കൃത്യമായിട്ട് ഈ അഴിമതി നിറഞ്ഞതും BJP ഡീലിൻ്റെതുമാണ്. അത് കേരളത്തിന്റെ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കോൺഗ്രസിനകത്തുനിന്ന് ഉയർന്നു വരുന്നു. പ്രതിപക്ഷത്തിന്റെ മാത്രമല്ല, കോൺഗ്രസിനകത്തുനിന്ന് ഉയർന്നു വരുന്നു. അത് വലിയ ജനകീയ പ്രതിഷേധമായിട്ട് മാറും.